എൻ്റെ മറ്റേ ഫോണിൽ ജിയോ സിമ്മ് കട്ടായിപ്പോയി. അപ്പോൾ ഞാൻ എന്താക്കി, ജിയോ സിമ്മല്ല ഇപ്പോൾ മറ്റേ കടയിലെല്ലാം കിട്ടുന്നില്ല, അതിനെ കസ്റ്റമർ കെയറിനെല്ലാം കൊടുത്തിട്ട് പിന്നെ നമ്മൾ സിമ്മ് മേടിക്കണം. അപ്പോൾ എന്താ അറിയുക, എനിക്കിവിടെ ബാംഗ്ലൂരിൽ ബസ് ഫ്രീ അല്ലേ. അങ്ങനെ ഞാൻ പോയിട്ട് ഇത് ഞങ്ങളെ വീട്ടിൽ നിന്ന് മല്ലേശ്വരോട് പോകണമായിരുന്നു, ഒരു 8 കിലോമീറ്റർ. അത്രയുമ്പോൾ ഞാൻ പോകുമ്പോൾ ഫ്രീ ബസ്സിൽ പോയിട്ട് ഈ ജിയോ സിമ്മിൻ്റെ ഒരു കട പീടിയ തേടുന്നില്ലേ ഇല്ല. തേടി 2 കാല് ബന്ധില്ല. ലാസ്റ്റ് ഒരു കസ്റ്റമർ കെയർ റേറ്റിങ് ഇല്ല, ഞങ്ങൾ നിർത്തിനി, ഞങ്ങൾ ഇപ്പോൾ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞവർ. പിന്നെ ഈ കാല് മുമ്പലത്തെ കഴിയുന്ന ഞാൻ ഫ്രീ ബസ്സിൽ പോയത് വരെ. അയ്യോ, അതിലിരുന്നപ്പാട് മീറ്റർ പായ തുടങ്ങി എന്നാട്ടി സ്പീഡിൽ മീറ്റർ പായ തുടങ്ങി. ഞാൻ ആസാക്കിയിട്ട് പോകുമ്പോൾ ബസ്സിൽ പോയിട്ട് വരുമ്പോൾ റിക്ഷയിൽ വന്നിട്ട് ലാസ്റ്റൊക്കെ ഞാൻ ഒരിടത്ത് വേറെ ജാഗത്ത് കീഞ്ഞിട്ട് പിന്നെ വേറെ സിമ്മ് നോക്കിയെങ്കിൽ ആടക്കന്ന് ഞാൻ കീയുന്ന സമയത്ത് 70-75 ഉറുപ്പികളാക്കി വെച്ച് നിത്തിക്കും പറഞ്ഞിട്ട് ഞാൻ വേഗം നടന്ന് കീഞ്ഞിട്ട് പിന്നെ കുറേ നടന്നിട്ട് സിമ്മിന് പോകുമ്പോൾ സിമ്മെന്തും കിട്ടിയിട്ടില്ല. ഈ മീറ്ററില്ലേ പട്ടത്തിന് ഞാൻ റിക്ഷയിൽ ഇരുന്നെങ്കിൽ മീറ്റർ നോക്കിക്കൊണ്ടിരിക്കും എത്ര പായി നോക്കാന്ന്. ഓരോരാളെ മീറ്റർ ഓരോരാ പോലെ ഉണ്ടെന്ന്. എന്നാലും നമുക്കങ്ങനെ വലിച്ചു കൊടുക്കാനത്തൊക്കെ പൈസ ഇല്ല. ഇപ്പം നമ്മളങ്ങനത്തെ പൈസക്കാരൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ബാംഗ്ലൂരിൽ കർണാടകത്തിൽ ഞങ്ങൾ കാസർഗോഡ് ഞങ്ങൾ ജീവിക്കുന്നില്ല ബാംഗ്ലൂർ. അപ്പോൾ ഈ കർണാടകത്തിലാകുമ്പോൾ നമുക്ക് ഫ്രീ ബസ് കിട്ടും. ആധാരക്കാർ പിടിച്ചുകൊണ്ട് പോയിട്ട് എല്ലാം ഞാനങ്ങനെ ചുറ്റണമെന്നില്ല, എന്തെങ്കിലും അകത്തിയാണെങ്കിൽ മാത്രം പുറത്ത് പോകും ഞാൻ. അപ്പോൾ എനിക്ക് എൻ്റെ ജിയോ സിം ഒന്ന് വേണമായിരുന്നു. ജിയോ സിമ്മ് ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട്, ഓറ് ബന്ധാക്കി. ഇപ്പോൾ കുറേ അടുത്ത് ജിയോ സിമ്മ് കിട്ടുന്നില്ല, കുറച്ച് കഷ്ടമാണ് ഇപ്പോൾ ജിയോ സിമ്മെല്ലാം കിട്ടുക. നാളെ ഇനിയൊരിടത്ത് പോകണം. എന്നാലും ഞാൻ പിന്നെ വേഗം ഓട്ടോ റിക്ഷൻ്റെ മീറ്റർ പോയപ്പോൾ എനിക്ക് പഠിച്ചു. ഇതൊരു 100-200 ഞങ്ങൾ പൈസൻ്റെ ലാഭത്തിന് വേണ്ടിയിട്ടല്ലേ ഫ്രീ ബസ്സിൽ പോയത്. പിന്നെ ഇതിനെ റിക്ഷക്കെല്ലാം കൊടുത്തിട്ട് ഇല്ല പൈസനെ തീർത്തെങ്കിൽ പിന്നെ എന്താക്കുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ കീഞ്ഞിട്ട് കുറേ നടന്നിട്ട് പിന്നെ മിനിമം ചാർജിൽ പിന്നെ റിക്ഷയിൽ വന്നേന് പറയും എന്താക്കുന്നു പറയും. അങ്ങനെ റിക്ഷ ഡ്രൈവറിൽ തല്ലാക്കാനും പേടിയാന്ന് ഒരു ജോറാക്കുന്നല്ലേ ഞങ്ങളെ. ഓരോ ചില മീറ്ററിൻ്റെ അടുത്ത് എന്തോ വെക്കുന്നവർ ഇല്ലെങ്കിൽ അങ്ങനെ പായോ മീറ്ററെല്ലാം. അപ്പോൾ എങ്ങനെയോ വന്നിട്ട് വീട്ടിലൊക്കെ എത്തിപ്പോയി. ഞാൻ ഒന്നാകെ 75 ഒരു 40 110 റുപ്യ ചിലവായി ഒരു ജിയോ സിമ്മിന് വേണമായിട്ട്. അത് പണി നടന്നായില്ല.